ഒരു പഠനം അല്ലെങ്കിൽ ഒരു അന്വേഷണം ആവശ്യമാണ് എന്ന് അന്ന് പറഞ്ഞിരുന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ സർക്കാർ തയ്യാറാകുന്നത് എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രത്യേകത. ഈ റിപ്പോർട്ടിനകം ഒരു മലയാള സിനിമയിലെ ഉള്ള വിശദമായ കാര്യങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. നമുക്കറിയാം 4.5 വർഷത്തിന്റെ കാത്തിരിപ്പിന് ശേഷമാണ് റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത്. മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ സംവിധായകർ ഒപ്പം തന്നെ നിർമ്മാതാക്കൾ നിർബന്ധിക്കുന്നു എന്ന തരത്തിൽ ആ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുന്നതായി മൊഴികളുണ്ട്. അവസരം കിട്ടാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം തുടങ്ങിയവയൊക്കെ തന്നെ റിപ്പോർട്ടിൽ ഉണ്ടായിട്ടാണ് നമുക്കിപ്പോൾ വ്യക്തമാകുന്ന വിവരങ്ങൾ. എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ ആ റിപ്പോർട്ടിലൂടെ പുറത്തേക്ക് വന്നിരിക്കുന്നു. മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച്, അതായത് പലപ്പോഴും ചൂഷണത്തിന് വിധേയരാകുന്നു, മലയാള സിനിമയിലെ നടിമാർ ചൂഷണത്തിന് വിധേയരാകുന്നു എന്ന് പ്രത്യക്ഷത്തിൽ സൂചിപ്പിക്കുന്ന വരികളാണ് ഇതിലൂടെ പുറത്തേക്ക് വരുന്നത്. വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ സംവിധായകരും നിർമ്മാതാക്കളും നിർബന്ധിക്കും എന്നുള്ള കാര്യത്തിലേക്ക്. അപ്പോൾ ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് മലയാള സിനിമയുമായി ബന്ധപ്പെട്ട മേഖലയിൽ വലിയ തരത്തിലുള്ള ചൂഷണത്തിന് സ്ത്രീകൾ വിധേയരായിരുന്നു എന്നുള്ളതിന്റെ തെളിവുകളാണ്. ഒപ്പം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുന്ന ചില മൊഴികളും ഉണ്ടെന്നാണ് വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ റിപ്പോർട്ടിന്റെ ഓരോ പരാമർശങ്ങളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവസരം കിട്ടുന്നതിന് വേണ്ടി, അതായത് അന്ന് തന്നെ ഈ കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരായ പലരും ഇത്തരത്തിൽ പറഞ്ഞു. അതുപോലെ തന്നെ അവർ ഉന്നയിച്ച മറ്റ് ചില കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. പലപ്പോഴും ഒരു തുല്യനീതി ഈ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ സ്ത്രീകൾക്ക് ലഭ്യമാകുന്നില്ല. ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന കാര്യത്തിലായാലും ഒക്കെ തന്നെ അവർക്ക് തുല്യനീതിയില്ല. പലപ്പോഴും ഇത്തരത്തിൽ ഇവർ തഴയപ്പെടുന്നു, അല്ലെങ്കിൽ പ്രതിഫലങ്ങൾ കുറയുന്നു എന്നൊക്കെ തരത്തിലുള്ള വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ അന്ന് വിമൻ കോൺക്ലേവും സിനിമയുമായി ബന്ധപ്പെട്ട ആ പ്രവർത്തകരും ഇത് മുന്നോട്ട് വെച്ചിരുന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്.